സുനിത വില്യംസിനെ പോലെയുള്ളവർ അതിരുകളില്ലാത്ത സ്വപ്നങ്ങളാണ് കാണുന്നത് എങ്കിൽ നമ്മുടെ സമൂഹത്തിലെ സ്ത്രീ വിഷയവുമായി ബന്ധപ്പെട്ട ഒട്ടേറെ ചർച്ചകൾക്ക് സമൂഹം ഇടം നൽകിയിട്ടുണ്ട് എങ്കിൽ ഇന്ന് മറ്റൊരു കേന്ദ്ര കഥാപാത്രമായി നിലനിൽക്കുന്നത് മറ്റൊരു സ്ത്രീയാണ്. ആ സ്ത്രീയാകട്ടെ ഇപ്പോൾ ചർച്ചയിൽ നിറയുന്നത് അവരുടെ സോഷ്യൽ മീഡിയ ദുരുപയോഗത്തിൻ്റെ പേരിൽ ആണ്. അതിരുകളില്ലാത്ത ഉപയോഗമാണിപ്പോൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും നടക്കുന്നത്. ആരാലും എഡിറ്റ് ചെയ്യപ്പെടാത്ത സാഹചര്യത്തിൽ ആരെയും അപകീർത്തിപ്പെടുത്തുന്നതിനും ആരുടെയും സ്വാതന്ത്ര്യത്തിലേക്ക് കടന്നു കയറുന്നതിനും ഇപ്പോൾ സമൂഹ മാധ്യമങ്ങൾക്ക് സാധിക്കുന്നു എന്നുള്ളതാണ്. നമ്മുടെ സ്വാതന്ത്ര്യത്തിന് എവിടെയാണ് അതിർവരമ്പുകൾ എന്നത് മനസ്സിലാക്കാതെ, ഒരു വ്യക്തിയുടെ സ്വകാര്യത എന്നത് എത്രത്തോളം പ്രധാനപ്പെട്ടതാണ് എന്ന് തിരിച്ചറിയാതെ, നമുക്ക് മുന്നിൽ എന്തൊക്കെയാണ് നിയമ സംവിധാനങ്ങളെന്നും നമ്മൾ നിയമപരമായി നേരിടേണ്ട വിഷയങ്ങളെ പൊതുസമൂഹത്തിലേക്ക് വലിച്ചിഴയ്ക്കുകയല്ല ചെയ്യേണ്ടത് എന്നുമുള്ള അറിവ് നമ്മുടെ സ്ത്രീകൾക്കും ഉണ്ടാകേണ്ടത് അത്യാവശ്യമാണ്. അതുതന്നെയാണ് ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം. അത് മറ്റൊന്നുമല്ല, കോഴിക്കോട് സ്വദേശിയായിട്ടുള്ള ദീപക്കിന് ജീവനൊടുക്കേണ്ടി വന്ന സാഹചര്യം തന്നെയാണ്. ആ കേസിൽ റിമാൻഡിലായിട്ടുള്ള ഷിംജിത ഇന്ന് ജാമ്യാപേക്ഷ നൽകും. പ്രതി നൽകിയിട്ടുള്ള മുൻകൂർ ജാമ്യാപേക്ഷ ഇന്ന് പരിഗണിക്കാൻ ഇരിക്കെ ആണ് കഴിഞ്ഞ ദിവസം ഷിംജിതയെ പോലീസ് അറസ്റ്റ് ചെയ്തത്. കോടതിയിൽ ഹാജരാക്കിയപ്പോൾ ഷിംജിത ജാമ്യം ആവശ്യപ്പെട്ടുവെങ്കിലും റിപ്പോർട്ട് വരുമ്പോൾ പരിഗണിക്കാം എന്നതായിരുന്നു കോടതിയുടെ മറുപടി. അതുകൊണ്ട് തന്നെ ജാമ്യാപേക്ഷ നൽകുകയും അതിന്മേൽ കോടതി എടുക്കുന്ന നടപടികളും ഷിംജിതയെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമാകുന്ന ഒരു സാഹചര്യമുണ്ട്. ഒപ്പം ഇതേ വിഷയം തന്നെ രാഷ്ട്രീയമായ ഒരു ചേരിതിരിവിനും പോരാട്ടത്തിനുമൊക്കെ വഴി തുറക്കുന്ന പശ്ചാത്തലം കൂടിയാണ് ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഞാൻ അതിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട നിയമപരമായ നടപടി, അതിൻ്റെ വശങ്ങൾ, അതുമായി ബന്ധപ്പെട്ട വാർത്തയുടെ വിശദാംശങ്ങൾ MS അനീഷ് കുമാർ നൽകും. അനീഷ്, ഈ സോഷ്യൽ മീഡിയയുടെ ദുരുപയോഗം എന്നത് കേരളം പലപ്പോഴായി ചർച്ച ചെയ്തിട്ടുള്ള ഒരു വിഷയമാണ്. ഇവിടെ ഇതാ ദീപക് എന്ന യുവാവിന് ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യത്തിലേക്ക് എത്തുന്നു. അതിൻ്റെ ശരി തെറ്റുകൾ എന്തുമാകട്ടെ, അത് നിയമപരമായി തന്നെ നേരിടേണ്ട ഒരു വിഷയമായിരുന്നു എന്നതാണല്ലോ വസ്തുത. അല്ലെങ്കിൽ കസ്റ്റഡിയിലായ ശേഷം പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി തന്നെയാണ് ദീപകിന്റെ മരണശേഷം ഞായറാഴ്ച പുലർച്ചെയാണ് ദീപക് മരിക്കുന്നത്. അതിനുശേഷം തിങ്കളാഴ്ച ഈ ഷിംജിതയുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തിയിരുന്നു. അന്ന് ഈ ആത്മഹത്യാ പ്രേരണ കുറ്റമടക്കം ചുമത്താത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അസ്വാഭാവിക മരണത്തിനാണ് പോലീസ് കേസെടുക്കുകയും ചെയ്ത് അന്ന് പോലീസിന് നൽകിയ മൊഴിയിൽ തന്നെ അപമാനിച്ചു. അത്തരം ഒരു അപമാനം അല്ലെങ്കിൽ ലൈംഗിക ചുവയോടെയുള്ള പെരുമാറ്റം ഉണ്ടായപ്പോഴാണ് ഇത്തരമൊരു വീഡിയോ ചിത്രീകരിക്കുകയും അത് സമൂഹ മാധ്യമത്തിൽ ഷെയർ ചെയ്യുകയും ചെയ്തത് എന്നാണ് ഷിംജിത പറഞ്ഞത്. അറസ്റ്റിന് ശേഷവും, അതായത് അതിനുശേഷമാണ് കാര്യങ്ങൾ മാറുന്നു. കുടുംബം വലിയ എതിർപ്പുമായി രംഗത്തെത്തുന്നു. ഒപ്പം പോലീസിൽ പരാതി നൽകുന്നു, മൊഴിയെടുക്കുന്നു, ഈ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തി കേസെടുക്കുന്നു. അത്തരമൊരു സാഹചര്യത്തിന് ശേഷമാണ് ഷിംജിതയെ ഇന്നലെ അറസ്റ്റ് ചെയ്യുന്നത്. അറസ്റ്റിലായ ശേഷം നടത്തിയ ചോദ്യം ചെയ്യലും അതേ മൊഴി ഷിംജിത ആവർത്തിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് ബസ്സിൽ വെച്ച് ഒരു മോശം രീതിയിലുള്ള സ്പർശനം തന്നെയാണ് ദീപകിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. അത് പുറത്തൊന്നും പുറം ലോകത്തോട് തുറന്ന് കാണിക്കുക. ഒപ്പം ഒരുപാട് സ്ത്രീകൾ ഇത്തരം സാഹചര്യങ്ങളിൽ കൂടി കടന്നു പോകുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ടാണ് ആ വീഡിയോ ഷെയർ ചെയ്തത്. അത് പരാതി അടക്കമുള്ള കാര്യങ്ങളുമായി ഇത്തരം വാദങ്ങളാണ് ഉയരുന്നത്. സ്വാഭാവികമാണ്. നമ്മൾ ആവർത്തിച്ച് പറയുന്നു, ഒരുപക്ഷെ കേരളത്തിലെ സ്ത്രീകൾ അവർ പല മേഖലകളിൽ അവർ യാത്ര ചെയ്യുമ്പോൾ ഒരുപാട് തിക്താനുഭവങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അവർ പഠിക്കുന്ന സമയത്ത് പോലും കോളേജുകളിൽ പോലും അധ്യാപകരിൽ നിന്ന് മോശമായ ഇടപെടലുകൾ ഉണ്ടാകുന്നു. തൊഴിലിടങ്ങളിൽ അവർ അപമാനിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുന്നു. പൊതു ഇടങ്ങളിൽ അപമാനിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഒരുപക്ഷെ രാത്രി സമയങ്ങളിൽ കേരളത്തിലെ സ്ത്രീകൾക്ക് പൊതുനിരത്തുകളിലൂടെ തലയുയർത്തി നടക്കാൻ പോലും പറ്റാത്ത സാഹചര്യമുണ്ട്. അതൊക്കെ വസ്തുത തന്നെയായി നിലനിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതിലൊന്നും ആർക്കും വിയോജിപ്പുകളുമില്ല. ഇവിടെ ഉണ്ടായിട്ടുള്ളത് ഒരു ദൃശ്യങ്ങൾ പകർത്തുന്നു. ആ ദൃശ്യങ്ങൾ ആ വ്യക്തിയുടെ മുഖം സഹിതം അവരുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ പുറത്തുവിടുന്നു. അവിടെ ഷിംജിത പറയുന്ന ന്യായങ്ങൾ, അതായത് തനിക്ക് മോശമായ അനുഭവം ഉണ്ടായി, അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ദൃശ്യങ്ങൾ പകർത്തിയത് എന്നൊക്കെ പറയുമ്പോൾ അതിനെ ആരും എതിർക്കുന്നില്ല അനീഷ്. മറിച്ച് അതിന് നിയമപരമായി നേരിടാനുള്ള ഒരു സാധ്യതയുണ്ടായിരുന്നു. ആ സാധ്യതയെ ആരും തള്ളിക്കളയുന്നില്ല. ഒരു പക്ഷേ ഈ ദൃശ്യങ്ങൾ അവർ കോടതിയിൽ സമർപ്പിക്കുകയോ പോലീസിൽ നൽകുകയോ ചെയ്താൽ ആർക്കും അതിൽ എതിർപ്പില്ല. ഇത് പക്ഷേ ബോധപൂർവമായി തന്നെ നടത്തിയ ഒരു ശ്രമം എന്ന നിലയിൽ പൊതുസമൂഹം കാണുന്നു എന്ന് മാത്രമല്ല, പോലീസിനും അങ്ങനെ ഒരു വിലയിരുത്തലുണ്ടല്ലോ. ഇത് ദൃശ്യങ്ങൾ എഡിറ്റ് ചെയ്തിട്ടുണ്ട് എന്ന സംശയം പോലീസും പറയുകയാണല്ലോ. അത്
തീർച്ചയായും ഈ സമൂഹ മാധ്യമത്തിലും ഒപ്പം ഇന്നലെ നമ്മൾ നേരിട്ട് പോലീസ് സ്റ്റേഷന് സമീപം തടിച്ചുകൂടി സ്ത്രീകളുമൊക്കെ പറയുന്നത് ഈ കേരളത്തിലെ സ്ത്രീകൾ അല്ലെങ്കിൽ പുറത്തുള്ള സ്ത്രീകൾ സ്ത്രീ സമൂഹം തന്നെ പലപ്പോഴും പൊതു ഇടത്തിലേക്ക് ഇറങ്ങുമ്പോൾ ഇത്തരം ഭീഷണികൾക്കും അതിക്രമങ്ങൾക്കുമൊക്കെ നിരന്തരം ഇരയാവുന്നു. സേഫ്റ്റി പിന്നുമായി ബസ്സുകളിൽ യാത്ര ചെയ്യുന്ന സ്ത്രീകൾ അവരിന്നലെ തങ്ങളുടെ അനുഭവം പറഞ്ഞു. അല്ലെങ്കിൽ ബസ്സിൽ വെച്ച് മോശം പെരുമാറ്റം നടത്തിയ ആളുടെ ചെവിക്കല്ലിന് അടിച്ചുവെന്ന് പരസ്യമായി പറഞ്ഞ സ്ത്രീകളെ നമ്മൾ കണ്ടു. അങ്ങനെ പലപ്പോഴും ഇത്തരം കാര്യങ്ങൾ നേരിടാറുണ്ട്. ആ സമയത്തൊക്കെ ഈ സധൈര്യം ആദ്യ ഒരു പ്രതികരണം അവരുടെ ഭാഗത്തുനിന്നും ഉണ്ടാവുക, അല്ലെങ്കിൽ സ്വന്തമായി പ്രതികരിക്കാൻ മടിയാണെങ്കിൽ സഹയാത്രികരുടെ സഹായം തേടുക, ഇതല്ലെങ്കിൽ ബസ് ജീവനക്കാരുടെ സഹായം തേടുക. നമ്മൾ ഇതിനു മുമ്പും കണ്ടിട്ടുണ്ട്. ഈ സവാദിൻ്റെ കേസിലൊക്കെ യുവതി ബസ് ജീവനക്കാരോട് പരാതി പറയുകയും ബസ് ജീവനക്കാർ ഓടിച്ചിട്ട് പ്രതിയെ പിടികൂടി പോലീസ് സ്റ്റേഷനിൽ എത്തിക്കുകയും ചെയ്യുന്ന സംഭവങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് 2-3 കാര്യങ്ങൾ ആദ്യം തന്നെ ചെയ്യേണ്ടതുണ്ട്. ഒന്ന്, ഒരു പരസ്യമായ പ്രതികരിക്കുക എന്നത്. 2, അടുത്തുള്ള ആളുകളോട് പറയുക. 3, പോലീസിൽ ഇക്കാര്യം റിപ്പോർട്ട് ചെയ്യുക എന്നതൊക്കെ. മറിച്ച് ഒരു ദൃശ്യം പകർത്തി പിന്നീട് സമൂഹ മാധ്യമത്തിൽ പോസ്റ്റ് ചെയ്യുന്നത് മാത്രമല്ല ഇങ്ങനെ ദുരനുഭവം ഉണ്ടായാൽ സ്ത്രീകൾ ചെയ്യേണ്ടത് എന്നുകൂടി പറഞ്ഞു വെക്കുകയാണ്. ഇവിടെ എന്തായാലും ഷിംജിത പലതരത്തിലുള്ള വാദമുഖങ്ങളുമായി മുന്നോട്ട് പോകുമ്പോഴും അവരുടെ ലക്ഷ്യം പ്രകടമാണ്. അതായത് സമൂഹ മാധ്യമത്തിലൂടെ ഈ വീഡിയോ പ്രചരിപ്പിക്കുക എന്നത്, അല്ലെങ്കിൽ അതുവഴി കൂടുതൽ റീച്ച് സമാഹരിക്കുക എന്നത് മാത്രമാണ് ഷിംജിത ലക്ഷ്യമിട്ടതെന്ന് നമുക്ക് പറയാൻ കഴിയും. എന്തായാലും അത് സംബന്ധിച്ച ചർച്ചകൾ പലതരത്തിൽ പുരോഗമിക്കുന്നു. അവർ ചെയ്തതിലെ ഒരു നീതി ഏത് തരത്തിലാണ്, അല്ലെങ്കിൽ അവരങ്ങനെയായിരുന്നോ ആ ഘട്ടത്തിൽ ഇടപെടേണ്ടത് എന്ന അടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ ചർച്ചകൾ നടക്കുകയാണ്. പക്ഷേ ഇവിടെ നമുക്ക് പോലീസിൻ്റെ ഭാഗത്തു നിന്നും ഒരു കൃത്യമായ ഒരു കവചം ഇവർക്ക് ഒരുക്കുന്നു എന്നതാണ് ഏറെ ശ്രദ്ധേയമായ കാര്യം. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ ഷിംജിത ഒളിവിലാണ്. അവർ വിദേശത്തേക്ക് കടക്കാനുള്ള സാധ്യതകളുണ്ട്. പോലീസിന് ബന്ധപ്പെടാൻ സാധിക്കുന്നില്ല എന്നടക്കമുള്ള പല കാര്യങ്ങൾ പറയുമ്പോഴും പോലീസിൻ്റെ ഒരു നിരീക്ഷണത്തിൽ തന്നെ കഴിഞ്ഞ തിങ്കളാഴ്ച മുതൽ ഷിംജിത ഉണ്ടായിരുന്നു എന്നതാണ് വസ്തുത. തിങ്കളാഴ്ച അവരുടെ മൊഴി വിശദമായി തന്നെ രേഖപ്പെടുത്തുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പ്രകാരമുള്ള കാര്യങ്ങൾ ഷിംജിത പറയുന്നു. അതിനുശേഷം അവരുടെ മൊബൈൽ ഫോൺ കസ്റ്റഡിയിലെടുക്കുന്നു. അവ പരിശോധനയ്ക്ക് അയക്കാനുള്ള നടപടികൾ സ്വീകരിക്കുന്നു. ഇതിനൊക്കെ ശേഷം വടകരയിൽ തന്നെ ഉണ്ടാവണമെന്ന നിർദ്ദേശം ഇവർക്ക് നൽകിയെന്ന ചില സൂചനകളും നമുക്ക് ലഭിക്കുന്നുണ്ട്. അപ്രകാരമാണ് വടകരയിൽ തന്നെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി, അതായത് ഈ വിവാദങ്ങൾ ആരംഭിച്ച ശേഷം വടകരയിൽ തന്നെ അവർ ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് ഇന്നലെ ഈ അറസ്റ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് നീങ്ങുന്നത്. മിനിയാന്നിവർ മുൻകൂർ ജാമ്യ ഹർജി കോടതിയിൽ നൽകുന്നു. ആ ജാമ്യ ഹർജിയിൽ ഇന്ന് കോടതി വാദം കേൾക്കാനിരിക്കെയാണ് ഇന്നലെ നാടകീയമായി അറസ്റ്റ് രേഖപ്പെടുന്നത്. അതും രാവിലെ 10-ഓടുകൂടി അറസ്റ്റ് ഉണ്ടായെന്നൊക്കെയാണ് നമുക്ക് ആദ്യം വിവരം ലഭിച്ചതെങ്കിലും 1:30-ക്കാണ് പോലീസ് അവരെ ബന്ധുവീട്ടിൽ നിന്നും കസ്റ്റഡിയിലെടുക്കുന്നത്. അതിനും ഒരു സ്വകാര്യ വാഹനത്തിൽ നമ്മൾ കണ്ടതാണ്. വെളുത്ത കാറിൽ കൊയിലാണ്ടി താലൂക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നു. അവിടെ നിന്നും ശരവേഗത്തിൽ തന്നെ കുന്നമംഗലം കോടതിയിലേക്ക് കൊണ്ടുപോവുകയും അവിടുന്ന് കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.